ഉമ്മൻചാണ്ടി സാറ് പുറത്തേക്ക് പോകുന്ന സമയമെത്തി. അച്യുതാനന്ദൻ സാർ അവിടെ ഒരു വലിയ ഈ അധ്യാപകരെല്ലാവരും കൂടി തന്നെ വിളിച്ചുകൊണ്ട് വന്ന് മണ്ണുത്തിയിലൊരു വലിയ സമരമല്ല, ഒരു സത്യാഗ്രഹം. എന്താ വിഷയം എന്നാ? യൂണിവേഴ്സിറ്റിയിൽ അഴിമതി, VC പുറത്താക്കണം. അത് അപ്പോൾ ഈ ടീച്ചർ യൂണിയനിലെ തന്നെ ഇടത് യൂണിയനിലെ തന്നെ തിങ്കിങ് ആയിട്ടുള്ള കുറച്ചുകൂടെ പ്ലാസിഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെടുത്ത് വന്ന് അപ്പോളജി പറയുന്നുണ്ട്. അവർ പറയുന്നുള്ളൂ ഒന്നും തോന്നരുത്, നിവർത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന UDF ഗവൺമെൻറ്റിനെതിരെ പൊതുവിൽ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാനാണ് തീരുമാനം. അൺഫോർച്ചുനേറ്റ്ലി യു വിൽ ഓൾസോ ഗെറ്റ് കോട്ട് ഇൻ ദ ക്രോസ് ഫയർ. ഇറ്റ് ഇസ് നോട്ട് പേഴ്സണൽ. ഞങ്ങൾ പ്രതിപക്ഷ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ എതിർക്കും, പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സോ ഹാപ്പൻഡ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് തീരുന്ന സമയമായപ്പോഴേക്കും ഉമ്മൻചാണ്ടി സാർ കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഒരു അടുത്തടുത്ത ക്യാമ്പസുകൾ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു വലിയ ഫംഗ്ഷന് അറൈവ് ചെയ്യുന്നു. നിർഭാഗ്യവശാൽ VS അച്യുതാനന്ദനും അതേ ദിവസം പ്രതിപക്ഷ നേതാവ് അവിടെ ലാൻഡ് ചെയ്യുന്നു. ഇവർ പ്രതിപക്ഷക്കാർ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക നമുക്കെതിരെ. അപ്പോൾ സർവകലാശാല സംരക്ഷണ സമിതി എന്നും പറഞ്ഞാൽ അവിടെ അദ്ദേഹം ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുന്നു. ഇതറിഞ്ഞ പാടെ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ മെയിൻ ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുമ്പം തൊട്ടപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് വന്ന് ഇതിനെ മുഴുവനും എതിർത്ത് ദാറ്റ് വിൽ നോട്ട് ഗോ വെൽ. മാത്രമല്ല ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് വേണമെങ്കിലും തെറ്റിദ്ധരിക്കും. എനിക്കൊരു പഴയ SFI പശ്ചാത്തലവും കിടപ്പുണ്ട്, അത് ഞാൻ മൈൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ നേരെ തന്നെ അപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവർ പ്രതിപക്ഷ നേതാവ് വന്ന് ഒരു സമര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനല്ല, സംഘടനയുടെ വാർഷികാഘോഷം എന്ന് പറഞ്ഞാണ് പെർമിഷൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടീസ് VSൻ്റെ സമരപ്രഖ്യാപനം കണ്ട പാടെ തന്നെ ഞാനത് വിളിപ്പിച്ച് VSൻ്റെ ഡിനൈ ചെയ്തു. അത് ഭയങ്കര വിരോധമായി VSന്. VS വന്ന് ക്യാമ്പസിന് പുറത്ത് പ്രസംഗിച്ചിട്ട് പോയി. ഇവിടെ വന്ന പാടെ തന്നെ എനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം, എന്നെ പിരിച്ചുവിടണം എന്നെല്ലാം പറഞ്ഞ് തിരിച്ച് ഗവൺമെൻറ് വന്നപ്പോൾ ആ ഫയൽ എൻ്റെ അടുത്ത് തന്നെ വന്നു. അത് വേറൊരു കഥയാണ്. VS അതോടുകൂടിയും കയറി കൊണ്ടതിനകത്ത്. VS പറഞ്ഞ് അഹങ്കാരി എന്താണെന്നറിയോ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് പിന്നെ ഇതിനകത്ത് കയറാനായിട്ട് അനുമതി നിഷേധിച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് ഇലക്ഷൻ അടുക്കാറായി. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള പ്രതിഷേധമാണ് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് വെച്ച്, യൂണിവേഴ്സിറ്റി ഓടിച്ചോർത്തി പറ്റത്തില്ല. അപ്പോൾ അതിൽ അങ്ങനെയുള്ള രസകരമായ ഒരുപാട് കഥകൾ കഴിഞ്ഞു. എൻ്റെ എന്നത് കഴിഞ്ഞു 2016 ജനുവരി. അത് കഴിഞ്ഞൊരു ഗവൺമെൻറ്റിലേക്ക് പോന്നു. തിരിച്ച് ഗവൺമെൻറ് വന്നു, സെക്രട്ടറി ആക്കി. ഗവൺമെൻറ് സെക്രട്ടറി തിരിച്ചു വന്നു. അപ്പോഴേക്കും ഞാൻ സെക്രട്ടറി ഗ്രേഡ് എത്തി. എന്നിട്ടോ എവിടെയായിരുന്നു? പല വകുപ്പുകൾ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്, ആയുഷ്. അപ്പോഴത്തേക്കും പുതിയ ഗവൺമെൻറ് വന്നു. അപ്പോഴേ പിണറായി സാർ വന്നു. പിണറായി വന്നപ്പോഴോ എന്തായാലും അവിടെ തൊട്ട് ഇങ്ങോട്ടൊരു ജേണിയല്ലേ 10 കൊല്ലമായിട്ട്. അതല്ല, എപ്പോഴാണ് ഉടക്ക് തുടങ്ങുന്നത്? ഉടക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കലഹവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ശൈലി ഇപ്പം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കണിശക്കാരനാണ്, കർക്കശക്കാരനാണ്. എന്തെങ്കിലും അതൃപ്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും.